അപ്പം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ആദ്യത്തെ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് സോൾവ് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസാണ് നമ്മളിന്നിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ എക്സസൈസ് 1.1 സെക്കൻഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ show that the relation R in the set of R such that R equal to set AB such that A less than or equal to B square is not reflexive, symmetric, transitive എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നോട്ട് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതിലാണ്? റിയൽ നമ്പേഴ്സിലാണ്. അപ്പോൾ ഈ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ ആർ ക്രോസ് ആർ ആയിരിക്കും. റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ക്രോസ് ആർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എലമെൻസിൻ്റെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ധം എന്താണെന്ന് വെച്ചാൽ ആർ എ ബി, എയും ബി ഒന്നാമത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റ് തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മളെ റിഫ്ലക്സീവാന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ റിഫ്ലക്സീവാന്ന് പ്രൂവ് ചെയ്യാം? റിഫ്ലക്സീവാന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ കോമ എ ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. എ കോമ എ ബിലോങ്സ് ടു ആർ. എ കോമ എ ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ ഉദാഹരണമായിട്ട് റിയൽ നമ്പേഴ്സ് എല്ലാം പെടും അല്ലേ? റിയൽ നമ്പേഴ്സിൽ പിന്നെ നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും, പിന്നെ ഫ്രാക്ഷൻസ് വരും, എല്ലാം വരും. അപ്പോൾ ഇവ എല്ലാം സെയിം നമ്പേഴ്സ് എടുക്കുമ്പോൾ ആ ഒന്നാമത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റ് തമ്മിലുള്ള റിലേഷൻ ശരിയായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് റിയൽ നമ്പർ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 എടുക്കുക. 2 ബിലോങ്സ് ടു ആർ. ശരിയാണോ നോക്കാം. 2 ബിലോങ്സ് ടു ആർ ആണ്. ഫസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടാമത്തെ ഈ 2 സ്ക്വയറിന് ചെറുതായിരിക്കണം. ശരിയാണ് അല്ലേ? അത് ശരിയാണ്. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ശരിയാണ്. അപ്പം ആ കാര്യത്തിൽ ശരിയാണ്. പിന്നെ നെഗറ്റീവ്സ് എടുത്ത് നോക്കിയാലോ. അപ്പോൾ -2 എടുത്താലും എന്താ സ്ഥിതി? -2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 സ്ക്വയർ. അപ്പോഴും ശരിയാണ്. -2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പോഴും ശരിയാണ്. ഇനി നമ്മളെ ഫ്രാക്ഷനിലേക്ക് പോയി നോക്കുക. അപ്പോൾ 1/2 എടുത്ത് നോക്കുക. വാട്ട് അബൌട്ട് 1/2? ഫ്രാക്ഷൻ ആകുമ്പോൾ 1/2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സ്ക്വയർ. ശരിയാണ്. 1/2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സ്ക്വയർ. അത് വെച്ചാൽ 1/2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ 1/4 എന്ന് വെച്ചാൽ ഹാഫ് ഈസ് ലെസ് ദാൻ ക്വാർട്ടർ അല്ലേ? ഹാഫ് കാലിനേക്കാട്ടും കുറവാണ്. അപ്പോൾ ഇത് റോങ് ആണ്, നോട്ട് കറക്റ്റ് അല്ലേ? അപ്പം 1/2 ഇതിലില്ല, റിലേഷൻ ശരിയാകുന്നില്ല. അപ്പം നമുക്ക് പറയാം 1/2, 1/2 നോട്ട് ബിലോങ്സ് ടു ആർ. therefore ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇതെന്തല്ല? റിഫ്ലക്സീവ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ഇത് മാത്രം എന്ത് ചെയ്താൽ മതി? എടുത്ത് കാണിച്ചാൽ മതി. പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ എന്താ? സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്തുണ്ടായിരിക്കണം? ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലേ? നമുക്ക് നോക്കാം. 2 എലമെന്റ്സ് എടുക്കാം. സാധാരണ നമ്പേഴ്സ് 1, 2 ബിലോങ്സ് ടു ആർ. ശരിയാണ്. കാരണം 1, 2 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ അല്ലേ? അപ്പോൾ വാട്ട് അബൌട്ട് 2, 1 എൻ്റെ സി എന്താ? 2, 1 ബിലോങ്സ് ടു ആർ ആണോ? 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആണോ? 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആണോ? നോ, നോട്ട് കറക്റ്റ്. അത് ശരിയല്ല. അതുകൊണ്ട് നോട്ട് സിമെട്രിക്. അതിൻ്റെ കാരണം ഇത് 1, 2 ബിലോങ്സ് ടു ആർ, 1, 2 ഉണ്ട്, ബട്ട് 2, 1 നോട്ട് ബിലോങ്സ് ടു ആർ. ഇനി ട്രാൻസിറ്റീവ്. എന്താ ഈ ട്രാൻസിറ്റീവിൻ്റെ കേസ്? എന്താ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും ആറിലുണ്ടാവുക, ബിയും സിയും ആറിലുണ്ടാവുക. എന്നാൽ ആരുണ്ടാവണം? എയും സിയും എന്തുണ്ടായിരിക്കണം? ആറിലുണ്ടായിരിക്കും. എന്നാലാണ് ട്രാൻസിറ്റീവ് എന്ന് പറയും. ഇങ്ങനെ പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് എന്ന് പോയാൽ ഉദാഹരണമായിട്ട്
നെഗറ്റീവ് ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ആയത് സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ -2 -1 ബിലോങ്സ് ടു ആർ. ശരിയല്ലേ? -2ൻ്റെ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 സ്ക്വയർ നമ്മളല്ലേ. ആൻഡ് -1 0 ബിലോങ്സ് ടു ആർ. ശരിയല്ലേ? -1 0 ബിലോങ്സ് ടു ആർ അല്ലേ? -1 ബിലോങ്സ് ടു ആർ. അപ്പോൾ ഈ കാര്യത്തിൽ നോക്കുമ്പോൾ എന്താണ്? -2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 സ്ക്വയർ. ശരിയാണ്. -2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതുപോലെ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സ്ക്വയർ, അത് ശരിയാണ്. അങ്ങനെ ആകുമ്പോൾ AB BC, അങ്ങനെ AC ഉണ്ടോ നോക്കൂ. -1 0 AB BC ഉണ്ടെങ്കിൽ AC ഉണ്ട്. എന്ന് വെച്ചാൽ -2 0 ഈസ് ആൾസോ ബിലോങ്സ് ടു ആർ. എന്നാൽ എല്ലാത്തിനും ഇത് ശരിയാവുമോ? -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സ്ക്വയർ, കാരണം ആണ്. എന്നാലേ നമ്മൾ വേറെ നോക്കുക. 2 എടുത്തു. 2 -2 ബിലോങ്സ് ടു ആർ. ശരിയല്ലേ? -2 0 ബിലോങ്സ് ടു ആർ. ശരിയല്ലേ? 2 - 2 എന്ന് പറഞ്ഞാൽ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ -2 സ്ക്വയർ. ശരിയാണ്. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ 4. ഇവിടെ ശരിയാണ്. അതുപോലെ തന്നെ -2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അതും ശരിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? AB BC ഉണ്ടെങ്കിൽ AC ഇത് പ്രൂവ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ 2, 0 ബിലോങ്സ് ടു ആർ. ശരിയാവുമോ? പോസിറ്റീവാ? നോക്കൂ. 2, ഫസ്റ്റത്തെ ഇപ്പം എന്താ എഴുതേണ്ടത്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സ്ക്വയർ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സ്ക്വയർ. ശരിയാണോ? 2 ലെസ് ദാൻ 0 ആണോ? 2 ലെസ് ദാൻ 0 ആണോ? നോ, നോട്ട് കറക്റ്റ് ആണ് അല്ലേ? ശരിയല്ല. അതുകൊണ്ട് ശരിയല്ല, നോട്ട് കറക്റ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 ഇത് നമുക്ക് ട്രാൻസിറ്റീവ് അല്ല. 2 - 2 ബിലോങ്സ് ടു ആർ ആൻഡ് -2 0 ബിലോങ്സ് ടു ആർ. ബട്ട് ആരില്ല? 2 0 നോട്ട് ബിലോങ്സ് ടു ആർ. ഫോർ നോട്ട് ട്രാൻസിറ്റീവ്. എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. നോട്ട് എഴുതിയെടുക്കുമ്പോൾ ആവശ്യമുള്ള ഭാഗങ്ങൾ എഴുതിയെടുത്താൽ മതി. കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്? The relation are defined as in a set. ഏതാ സെറ്റ്? 1 2 3 4 5 6 as R equal to set AB such that A equal to B plus 1. Sorry, B equal to A plus 1. A equal to B plus 1 അല്ല, B equal to A plus 1 is reflexive. Check if reflexive, symmetric and transitive. ഇത് ചെക്ക് ചെയ്യാനാണ്. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ. അപ്പോൾ നമ്മളെ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റിലേഷൻ നമുക്കൊന്ന് മൊത്തം റിലേഷൻ ഒന്ന് എഴുതാം. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ. അപ്പോൾ ആർ എന്ന് പറയുന്നത് AB ആണ്. അതിൽ ഈ ബി എന്ന് പറഞ്ഞാൽ A+1 ആണ് അല്ലേ? രണ്ടാമത്തെ എലമെൻ്റ് ഇത് നമ്മൾ ബി എന്ന് പറഞ്ഞാൽ എന്താ? A+1 ആണ്. ആ രൂപത്തിലാണ് ഈ റിലേഷൻ എഴുതുന്നത്. അപ്പോൾ A 1 എടുത്താൽ B A നോട് 1 2, A 2 എടുത്താൽ 2 3.
3 എടുത്താൽ 4, 5 എടുത്താൽ 6 ആയിരിക്കണം. പിന്നെ 6 എടുത്താൽ 7ലേക്ക് പോകാൻ പറ്റൂല, അത് 7 ഇതിലില്ലല്ലോ, അപ്പം നമുക്ക് ഇവിടെ നിർത്താം. അപ്പം ഇതാണ് ഇതിലുള്ള എലമെൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. കാരണം രണ്ടാം തലം ഒന്നാം തലവിനോട് കൂടി ആയിരിക്കണം. ഇത് റിഫ്ലക്സീവ് ആണ്, നമുക്ക് ഒറ്റ നോടത്ത് തന്നെ റിഫ്ലക്സീവ് ആണ്. എന്തായിരിക്കണം? എ വേണ്ടേ? എ ബിലോങ്സ് ടു ആർ വേണ്ടേ? കാരണം 1 2 ഉണ്ടെങ്കിൽ 1 1 വേണ്ടേ? 1 2 ബിലോങ്സ് ടു ആർ. ബട്ട് ആരില്ല, 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് നോട്ട് റിഫ്ലക്സീവ് അല്ല. സിമെട്രിക് ആണോ? സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആരുണ്ടായിരിക്കണം? ബി എ ബിലോങ്സ് ടു ആർ ഉണ്ടായിരിക്കണം. അപ്പോൾ നോക്കൂ, 1 2 ബിലോങ്സ് ടു ആർ ആണ്, 2 1 ഉണ്ടാണ്ടേ? നോട്ട്. ബട്ട് 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. അതല്ല, നോട്ട് സിമെട്രിക്കും അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ഉണ്ടാവുക, എ ബി കോമ ബിലോങ്സ് ടു ആർ, ബി സി കോമ ബിലോങ്സ് ടു ആർ. അങ്ങനെയാണ് ആരുണ്ടാകണം? എ സി ബിലോങ്സ് ടു ആർ ഉണ്ടായിരിക്കണം അല്ലേ? എ സി ബിലോങ്സ് ടു ആർ. അവിടെ എ സി ബിലോങ്സ് ടു ആർ ആവുമോ? നോക്കുക, 1 2 ബിലോങ്സ് ടു ആർ ആൻഡ് 2 3 ബിലോങ്സ് ടു ആർ. ബട്ട് ആരുണ്ടോ? 1 3 ഉണ്ടോ? 1 3 നോട്ട് ബിലോങ്സ് ടു ആർ. നോട്ട് ബിലോങ്സ് ടു ആർ. നോട്ട് ബിലോങ്സ് ടു ആർ. ദർഫോർ നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇതാണ്. അപ്പോൾ റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ. അപ്പോൾ എക്സസൈസ് 1.1-ലെ 9th ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ആർ ഇൻ എ സെറ്റ് എ x belongs to z 0 less than or equal to x less than or equal to 12 is given by r equal to ab such that mod a minus b is a multiple of 4. r equal to ab രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. a equal to is an equivalence relation. ഇതൊരു ഇക്വലൻസ് റിലേഷൻ, ഇത് രണ്ടും ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലേ? എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ മോഡ് എ മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മോഡ് എ മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് മോഡ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ശരിയാണല്ലോ? അതുകൊണ്ട് ആർ ഇസ് റിഫ്ലക്സീവ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എയും ബിയും ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എയും ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഡ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 മീൻസ് എ ബി ബിലോങ്സ് ടു ആർ. എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ആരും ആയിരിക്കും? ബി മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ നമുക്കെന്താ പറയാം? ബി എ ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇതെന്താണ്? സിമെട്രിക് ആണ്. സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവിൻ്റെ കേസോ? ട്രാൻസിറ്റീവിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, എൻ്റെ അർത്ഥം എന്താ? മോഡ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. ഇതിനകത്ത് എന്താ? ബി മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4. നമുക്കിനി തെളിയിക്കേണ്ട എ സി ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യുന്നത്. അതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി മോഡസ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? 4. കാരണം ദിസ് പ്ലസ് ദിസ് 4ൻ്റെ മൾട്ടിപ്പിൾ വേറൊരു 4 രണ്ട് 4ൻ്റെ മൾട്ടിപ്പിൾ നമ്മൾ കൂട്ടിയാൽ വീണ്ടും എന്തായാലും ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ. ഉദാഹരണമായിട്ട് ഒന്ന് 4 ആണ്, മറ്റൊന്ന് 8 ആണ്. 8 4 കൂട്ടി എത്ര? 12 ആണ്. അതൊരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പോൾ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി, ദാറ്റ് മീൻസ് മൈനസ് ബി പ്ലസ് ബി പോയി കഴിഞ്ഞാൽ മോഡ് എ മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഈ മോഡ് എ മൈനസ് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ്റെ അർത്ഥം എന്താ? എ സി. എ സി എന്നുള്ള അർത്ഥം എ സി ബിലോങ്സ് ടു ആർ. ദർഫോർ ഇതെന്താണ്?
ട്രാൻസിറ്റീവാണ്. അതുകൊണ്ട് ഇതെന്തൊക്കെയായി? റിഫ്ലക്സീവായി, സിമെട്രിക്കായി, ട്രാൻസിറ്റീവായി. അതുകൊണ്ട് ഇതെന്ത് റിലേഷൻ എന്ന് പറയാം? ഈക്വലൻസ് റിലേഷൻ. ഒരു ഈക്വലൻസ് റിലേഷൻ. ഓക്കെ. ഇനി ഇതിൻ്റെ രണ്ടാം പാർട്ട് എന്താ? രണ്ടാം പാർട്ട് എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി. അപ്പോൾ എ ഈക്വൽ ടു ബി എ അല്ലേ? എ ബിലോങ്സ് ടു ആർ ആയിരിക്കുമല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താ? എ ഈക്വൽ ടു എ. അപ്പോൾ എന്താണ്? റിഫ്ലക്സീവ്. ഇനി എ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി എന്ന്. അപ്പോൾ അത് ഈക്വൽ ടു നമുക്ക് എന്താണ്? ബി ഈക്വൽ ടു എ എന്ന് പറഞ്ഞത്. ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്? ബി എ ബിലോങ്സ് ടു ആർ അല്ലേ? അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ, ബി എ ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ആണ്. എ ബി ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അവസാനം ബി എ ബിലോങ്സ് ടു ആണ്. അപ്പോൾ എന്താണ്? സിമെട്രിക്കാണ്. ഇനി നമ്മൾ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. നമുക്ക് എ സി ബിലോങ്സ് ടു ആർ എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താ? എ ബി ബിലോങ്സ് ടു ആർ എന്താ അർത്ഥം? എ ഈക്വൽ ടു ബി ആൻഡ് ബി ഈക്വൽ ടു സി. ഇതിൻ്റെ അർത്ഥം എ ഈക്വൽ ടു ബി ആണ്, ബി സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽ ടു സി എന്ന് പറഞ്ഞത്. എ ഈക്വൽ ടു സി വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ട്രാൻസിറ്റീവാണ്. അപ്പോൾ റിഫ്ലക്സീവായി, സിമെട്രിക്കായി, ട്രാൻസിറ്റീവ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഇക്വലൻസ് റിലേഷൻ. പിന്നെ അതിൽ അവസാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് റിലേറ്റഡ് ടു വൺ ഈച്ച് അതർ. സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് റിലേറ്റഡ് വൺ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ആ സെറ്റ് 1 തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യനാണ് 1.1. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ റിലേഷൻ വിച്ച് ഈസ് സിമെട്രിക് ബട്ട് നോട്ട് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. ഓരോന്നിനും എക്സാമ്പിൾ. സിമെട്രിക് ആവുക, റിഫ്ലക്സീവ് ആവുക, ട്രാൻസിറ്റീവ് ആവുക. രണ്ടാമത്തെ ട്രാൻസിറ്റീവ് ആവുക, റിഫ്ലക്സീവ് ആവുക, ഇതാവുക. മൂന്നാമത്തത് റിഫ്ലക്സീവും സിമെട്രിക് ആവുക, നോട്ട് ട്രാൻസിറ്റീവ് ആയിരിക്കും. നാലാമത്തത് സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആവുക, നോട്ട് റിഫ്ലക്സീവ് ആയിരിക്കും. ഇങ്ങനെ 4 തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ പിന്നെ 4ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 4ാമത്തെ ചോദ്യം റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. 5ാമത്താണ് സിമെട്രിക്, ട്രാൻസിറ്റീവ്, നോട്ട് റിഫ്ലക്സീവ്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് എടുക്കുക. എന്ന് പറഞ്ഞാൽ 1 2 3 എടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമായി നടക്കുക. ആർ ഇതിലൊരു റിലേഷൻ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് നമുക്കറിയാലോ. അതിലൊരു റിലേഷൻ എടുക്കുക. സിമെട്രിക് ആകുക ബട്ട് നോട്ട്. ഇതിലെ സിമെട്രിക് ആകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. 1 2 2 1 1 2 2 1. അപ്പം 1 2 2 1 എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ഇത് സിമെട്രിക് ആണോ റിഫ്ലക്സീവ് ആണോ? നോ. 1 1 ഈസ് നോട്ട് റിഫ്ലക്സീവ് അല്ലേ? കാരണം 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. പിന്നെ സിമെട്രിക് ആണോ? സിമെട്രിക് ആണ്. 1 2 2 1 ബിലോങ്സ് ടു ആർ. ഇനി ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് എന്താ? 1 2 ഉണ്ടാവുക, 2 1. എന്നാൽ 1 1 ഉണ്ടോ? നോട്ട് ട്രാൻസിറ്റീവ് അല്ല. കാരണം എന്താ? ട്രാൻസിറ്റീവ് അല്ലാതിരിക്കാനുള്ള കാരണം എന്താ? 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. ഇതാണ് ഒന്നാമത്തേൻ്റെ എക്സാമ്പിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിളോ ട്രാൻസിറ്റീവ് ആണ്, നോട്ട് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക്. അപ്പോൾ നമുക്കറിയാം 1 2 ഉണ്ട്, 2 3 ഉണ്ട്,
1 2 1 2 2 3 1 2 ഉണ്ടാവുക, 2 3 ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ 1 3 ഉണ്ടാകട്ടെ. 1 3 ഉണ്ടാണ്. തിരിച്ചു നോക്കിയാലോ, 1 3 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ഉണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മൾ തിരിച്ചു നോക്കണം. 1 3 2 3 ഓക്കെ, 1 2 1 3. ഇത് എന്താണ്? ഇത് റിഫ്ലക്സീവ് ആണോ? അല്ല. സിമെട്രിക് ആണോ? 1 2 2 1 ഇല്ല. ട്രാൻസിറ്റീവ് ആണ്. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ബിലോങ്സ് ടു ആർ അല്ലേ? അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? മൂന്നാമത്തെ ചോദ്യം റിഫ്ലക്സീവും സിമെട്രിക് ആണ്, നോട്ട് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ 1 1 റിഫ്ലക്സീവ് ആണ്. 1 1 ഇതിലുള്ള എല്ലാ എലമെൻസിനും റിഫ്ലക്സീവിൻ്റെ കാര്യമായിട്ട് ഇത് 1 1 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. നാലേ റിഫ്ലക്സീവ് ആവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും സെയിം എലമെൻ്റ് ആയിട്ടുള്ള റിലേഷൻ വേണ്ടേ? 1 1 2 2 3 3 1 1 2 2 3 3. പിന്നെയോ 1 2 ഉണ്ടാവുക. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാവണം. 1 2 2 1 1 2 2 1. പിന്നെ ആര് വേണം? 2 3 2 3 ഉണ്ടാണെങ്കിൽ ആര് വേണം? 3 2 വേണം. 3 2 2 3 3 2. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്. കാരണം 1 1 2 2 3 3 ഉള്ളതുകൊണ്ട് റിഫ്ലക്സീവ്. 1 1 2 2 3 3 നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സിമെട്രിക് ആണോ? അതെ, 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 2 3 ഉണ്ട്, 3 2 ഉണ്ട്. സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? 1 2 2 1 1 1 ഉണ്ട്, 2 3 3 2 2 2 ഉണ്ട്. എന്നാൽ 2 3 3 3 2 3 3 3 2 3 2 3 2 3 3 3 ഉണ്ടെങ്കിൽ ആരുണ്ടാണോ? 2 3 ഉണ്ടാവും. ഈ 3 2 3 2 2 1 3 2 2 1 നോക്കൂ. ഇതിൽ 3 2 ഉണ്ട്, 2 1 ഉണ്ട്. 3 2 2 1 3 1 വേണ്ടേ? 3 1 ഉണ്ടോ? ബട്ട് 3 1 നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് നോട്ട് ട്രാൻസിറ്റീവ്. അത് 3 2 ഉണ്ട്, 2 1 ബട്ട് ആരില്ല? 3 1 നോട്ട് ബിലോങ്സ് ടു ആർ, നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല എന്നുള്ളതിൻ്റെ കേസ്. ഇനി നാലാമത്തെ ഒരു എക്സാമ്പിൾ വേണമല്ലോ. എന്താ നാലാമത്തെ ചോദ്യം? നാലാമത്തത് റിഫ്ലക്സീവും ട്രാൻസിറ്റീവാണ്, ബട്ട് നോട്ട് സിമെട്രിക്. റിഫ്ലക്സീവാണ്, ട്രാൻസിറ്റീവാണ്, ബട്ട് നോട്ട് സിമെട്രിക്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ഇപ്പോൾ ഏതാ എടുക്കുക? റിലേഷൻ എടുക്കുക. എന്താണ്? R equal to 1 1. റിഫ്ലക്സീവ് ആകുമ്പോൾ എല്ലാം വേണ്ടേ? 2 2 3 3. പിന്നെയോ 1 1 2 2 3 3. ഇനി 1 2 റിഫ്ലക്സീവാണ്, സിമെട്രിക് ആണ് അല്ലേ? അപ്പോൾ 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം അല്ലേ? നാലാമത്തെ ചോദ്യം എന്താണ്? റിഫ്ലക്സീവും ട്രാൻസിറ്റീവാണ്. അപ്പോൾ 1 2 കൊടുത്തു. നോക്കൂ, റിഫ്ലക്സീവ് പ്രശ്നമില്ല. ട്രാൻസിറ്റീവിൻ്റെ സിമെട്രിക് ആണെന്ന് നോക്കാം. 1 2 ഉണ്ട്, 1 2 ബിലോങ്സ് ടു ആർ, ബട്ട് 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് എന്തല്ല? നോട്ട് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് ആണോ?
1 അതാ 2 2 ഉണ്ട് 1 2 ഉണ്ട് അപ്പോൾ 1 1 ഉണ്ട് 3 3 ഉണ്ട് പിന്നെ അപ്പോൾ 2 2 ഉണ്ട് 1 1 അപ്പോൾ എന്താണ് 1 1 1 2 പിന്നെ 1 1 ഉണ്ട് 1 2 ഉണ്ട് അപ്പോൾ 1 2 ഉണ്ട് അല്ലേ അപ്പോൾ ട്രാൻസിറ്റീവാണ് 1 2 ഉണ്ട് 2 2 ഉണ്ട് അപ്പോൾ 1 2 ബിലോങ്സ് ടു ആർ അല്ലേ അതുപോലെ 1 1 ഉണ്ട് 1 2 ഉണ്ട് അപ്പോൾ 1 2 ബിലോങ്സ് ടു ആർ അതുകൊണ്ട് ഇതെന്താണ് ട്രാൻസിറ്റീവാണ് പക്ഷെ ഇതെന്തല്ല നോട്ട് സിമെട്രിക് അതിനുള്ള ഒരു എക്സാമ്പിളാണ് 1 1 2 2 3 3 ഇനി നമ്മൾ എത്രാമത്തേതാണ് അഞ്ചാമത്തെ ചോദ്യം അഞ്ചാമത്തെ എന്താണ് സിമെട്രിക് ആണ് ട്രാൻസിറ്റീവാണ് നോട്ട് റിഫ്ലക്സീവാണ് സിമെട്രിക്കും ട്രാൻസിറ്റീവാണ് നോട്ട് റിഫ്ലക്സീവാണ് അപ്പോൾ അതിന് നമ്മൾ റിലേഷൻ നമ്മൾ എടുക്കുക 1 1 എടുക്കാം പിന്നെ 1 2 എടുക്കാം സിമെട്രിക് അല്ലേ അപ്പോൾ 2 1 എടുക്കാം 1 2 2 1 അപ്പോൾ 1 1 വേണം 1 1 ഉണ്ട് അല്ലേ പിന്നെ 1 2 2 1 2 2 2 2 എടുത്തു ഇതെടുത്തു ഇത് നോക്കുമ്പോൾ ഇത് റിഫ്ലക്സീവാണ് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ 1 2 3 ആണല്ലോ നമ്മളെ സെറ്റ് 1 2 3 അല്ലേ അപ്പോൾ നമ്മൾ 1 2 3 3 3 വന്നോ ഇല്ല അപ്പോൾ 3 3 നോട്ട് ബിലോങ്സ് ടു ആർ അതെല്ലാം ശ്രദ്ധിക്കണം അതായത് മറ്റേ രണ്ടും കണ്ടീഷണലാണ് ഇത് മസ്റ്റാണ് റിഫ്ലക്സീവിനുള്ള എല്ലാ എലമെൻസുകൾക്കും ഇതുണ്ടായിരിക്കണം ഇമേജ് ഉണ്ടായിരിക്കണം അപ്പോൾ അതിലുള്ള എല്ലാ എലമെൻസിനെയും അതിൽ ഉൾപ്പെടുത്തണം 3 3 നോട്ട് ബിലോങ്സ് അത് അപ്പോൾ നോട്ട് റിഫ്ലക്സീവ് പിന്നെ ബാക്കി സിമെട്രിക് ആണ് അല്ല ഇപ്പോൾ 1 2 2 1 ഉള്ളതുകൊണ്ട് എന്താണ് സിമെട്രിക് ആണ് പിന്നെ 2 1 2 2 ഉള്ളതുകൊണ്ട് പിന്നെ 2 2 ഉണ്ട് ഓക്കെ അതുകൊണ്ട് ട്രാൻസിറ്റീവാണ് 1 1 1 2 ഉള്ളതുകൊണ്ട് 1 2 ഉണ്ട് ട്രാൻസിറ്റീവാണ് അപ്പോൾ സിമെട്രിക് ആണ് ട്രാൻസിറ്റീവാണ് ബട്ട് നോട്ട് റിഫ്ലക്സീവ് അങ്ങനെ 5 എണ്ണത്തിനും എക്സാമ്പിളായി ഓക്കെ